ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് കർക്കിടകം 6-ാമത്തെ ദിവസം, അതായത് ശ്രീരാമായണ പാരായണം 6-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഭാഗം അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നവും വിഛിന്ന അഭിഷേകവുമാണ്. രാമായണത്തിലെ ഓരോ ഭാഗങ്ങളും നമുക്കറിയാവുന്ന കാര്യമാണ്. മനുഷ്യ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളിൽ നിന്നും പഠിക്കുവാൻ വളരെയേറെയുണ്ട്. രാമായണം ഒരു പുരാണ ഗ്രന്ഥം മാത്രമല്ല, മനുഷ്യ സ്വഭാവം, കുടുംബ ബന്ധങ്ങൾ, നേതൃത്വം, ധാർമ്മികമായിട്ടുള്ള തീരുമാനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മഹാകാവ്യം തന്നെയാണ്. രാമായണത്തിൽ ഉടനീളം മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഈ രണ്ട് വശങ്ങളും നമുക്ക് മനസ്സിലാക്കിപ്പിച്ചു തരുന്നു. ഇന്നത്തെ രാമായണ പാരായണ ഭാഗത്തിൽ വരുന്നത് രാമാഭിഷേക വിഘ്നമാണ്. അതായത് ദശരഥ മഹാരാജാവ് തൻ്റെ മൂത്തപുത്രനായ ശ്രീരാമചന്ദ്ര ഭഗവാനെ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഒരു വാർത്ത അയോധ്യ മുഴുവനും സന്തോഷത്തിലാക്കി. എല്ലാ ജനങ്ങളും സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ പട്ടാഭിഷേകത്തിനായി കാത്തിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരു യുദ്ധത്തിൽ തന്നെ രക്ഷിച്ചതിന് ദശരഥൻ കൈകേയി മാതാവിന് 2 വരങ്ങൾ കൊടുത്തിരുന്നു. ഈ ഒരു അവസരത്തിൽ കൈകേയി ആ വരങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതായത് തൻ്റെ പുത്രനായ ഭരതനെ രാജാവാക്കണം, അതുപോലെ ശ്രീരാമചന്ദ്രനെ 14 വർഷം വനവാസത്തിന് അയക്കണം. ഈ ഒരു ആവശ്യം കേട്ടപ്പോൾ സ്വാഭാവികമായും ദശരഥ മഹാരാജാവ് തകർന്നുപോയി. എന്നാൽ രാജാവെന്ന നിലയിൽ അദ്ദേഹം നൽകിയ വാക്ക് ലംഘിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല. കൈകേയിയുടെ ആവശ്യത്തെ തുടർന്ന് പട്ടാഭിഷേകം മുടങ്ങുകയാണ്. എന്നാൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ യാതൊരു വിധത്തിലുള്ള കോപവും നിരാശയും ഒന്നും തന്നെ പ്രകടിപ്പിച്ചില്ല. തൻ്റെ പിതാവിൻ്റെ വാക്കു പാലിക്കുന്നത് തൻ്റെ ധർമ്മമാണെന്ന് അദ്ദേഹം കരുതി. സീതാദേവിയാകട്ടെ തൻ്റെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം വനവാസത്തിന് യാത്രയായി. ലക്ഷ്മണനും തൻ്റെ സഹോദരനെ സേവിക്കുവാൻ കൂടെ വനത്തിലേക്ക് യാത്രയായി. അത്തരത്തിൽ രാജസിംഹാസനത്തിലേക്ക് പോകേണ്ടിയിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ വനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ ഒരു സംഭവമാണ് വിഛിന്ന അഭിഷേകം. ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ വളരെയേറെയുണ്ട്. ഇവിടുത്തെ ആത്മീയ സാരമെന്ന് പറയുന്നത് രാമാഭിഷേകം മുടങ്ങിയ സംഭവം കേവലം ഒരു രാജകീയ സംഭവം മാത്രമല്ല, ധർമ്മത്തിൻ്റെ മഹത്വം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മഹത്തായ സംഭവമാണ്. തനിക്ക് ലഭിച്ച അധികാരവും സുഖവും ഉപേക്ഷിച്ച് തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കുകയും സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വനവാസം സ്വീകരിക്കുകയും ചെയ്ത ശ്രീരാമൻ മനുഷ്യജീവിതത്തിന് അനുകരണീയമായ മാതൃകയായി. അതായത് വ്യക്തിപരമായിട്ടുള്ള ലാഭത്തേക്കാൾ ധർമ്മവും സത്യവും വിലമതിക്കണം. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ രണ്ടിനെയും സമചിത്തതയോടെ നേരിടണം. യഥാർത്ഥത്തിലുള്ള മഹത്വമുള്ളത് അധികാരത്തിലല്ല, മറിച്ച് ത്യാഗത്തിലും സത്യനിഷ്ഠയിലുമാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇവിടെ മന്ദരയാകട്ടെ കൈകേയിയുടെ മനസ്സിൽ അസൂയയും ഭയവും വളർത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കൈകേയിക്ക് ശ്രീരാമനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ
തെറ്റായ ഒരു ഉപദേശം കേട്ടപ്പോൾ കൈകേയിയുടെ മനോഭാവം മാറുകയാണ് ചെയ്തത്. ഇത് ഒരാളുടെ ചിന്തകളെ മറ്റൊരാൾ എപ്രകാരം തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു എന്ന് നമ്മളെ കാണിക്കുന്നു. അതായത് നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്ന എല്ലാ ഉപദേശങ്ങളും ശരിയാകണമെന്നില്ല. ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് വിവേകത്തോടുകൂടി ചിന്തിക്കണം. കൈകേയിയാകട്ടെ തൻ്റെ മകനായ ഭരതന് രാജ്യം ലഭിക്കണം എന്ന ആഗ്രഹത്തിൽ കുടുംബത്തിൻ്റെ സന്തോഷത്തേക്കാൾ വ്യക്തിപരമായ ആഗ്രഹത്തിന് പ്രാധാന്യം നൽകി. ഇതിൻ്റെ ഫലമായി എന്താണുണ്ടായത്? ദശരഥ മഹാരാജാവ് ദുഃഖത്തിൽ തകർന്നുപോയി. രാമൻ വനവാസത്തിന് പോയി. ഭരതനാകട്ടെ രാജ്യം സ്വീകരിക്കുവാൻ തയ്യാറായതുമില്ല. അങ്ങനെ അയോധ്യ ദുഃഖത്തിലാവുകയും ചെയ്തു. അതായത് സ്വാർത്ഥതയും അസൂയയും ഒരിക്കലും യഥാർത്ഥത്തിലുള്ള സന്തോഷം നൽകുകയില്ല. ഈ ഒരു ഭാഗത്ത് ആശയവിനിമയത്തിൻ്റെ ഒരു അഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് കൈകേയി മുൻകൂട്ടി തൻ്റെ ആശങ്കകൾ ദശരഥനോട് പങ്കുവച്ചില്ല. അതുപോലെ തന്നെ മന്ധരയുടെ വാക്കുകൾ അതിനെ ആഴത്തിൽ പരിശോധിക്കാതെ തന്നെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. അതായത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? കുടുംബത്തിലും സമൂഹത്തിലും തുറന്ന ഒരു സംവാദം അത് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായിക്കും. അമിതമായ വാഗ്ദാനങ്ങളുടെ ഒരു അപകടവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ദശരഥ മഹാരാജാവ് യുദ്ധസമയത്ത് കൈകേയിക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ വാഗ്ദാനമോ അത് അദ്ദേഹത്തിന് തന്നെയും രാജ്യത്തിനും ദുരിതമായി മാറി. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വികാരത്തിൻ്റെ ആവേശത്തിൽ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കണം എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രാമ അഭിഷേക വിഘ്നവും വിഛിന്നാഭിഷേകവും ആത്മീയമായി നോക്കുമ്പോൾ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മഹത്വം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ജീവിത പാഠങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ സംഭവങ്ങൾ നമുക്ക് കുറച്ച് മുന്നറിയിപ്പുകളും നൽകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അസ്ഥിരമായ കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ഈ ഒരു ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അസൂയ, സ്വാർത്ഥത, തെറ്റായ ഉപദേശങ്ങളെ അന്ധമായി വിശ്വസിക്കുന്നത്, ആലോചിക്കാതെ വാഗ്ദാനം നൽകുന്നത്, വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ ഒരു ഭാഗം ദുഃഖകരമായ ഒരു സംഭവം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളും നല്ല നേതൃത്വത്തിൻ്റെ ആവശ്യകതയും ധർമ്മത്തിൻ്റെ പ്രാധാന്യവും ഒരുപോലെ പഠിപ്പിക്കുന്ന ജീവിത പാഠം തന്നെയാണ്. അതുതന്നെയാണ് ശ്രീരാമായണത്തിൻ്റെ മഹത്വവും. എല്ലാവർക്കും ആ പരമാത്മാവിൻ്റെ കൃപാകടാക്ഷം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.